കൊല്ലം ചവറയിൽ വനിതാ ഡോക്ടർക്ക് മർദ്ദനം. ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ജാൻസി ജെയിംസിനാണ് മുഖത്തടിയേറ്റത്. രോഗിയോടൊപ്പം എത്തിയ സ്ത്രീയാണ് മർദ്ദിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞു. അരുൺരാജ് വിവരങ്ങൾ ചെയ്യുന്നു. അരുൺ, പോലീസിലേക്ക് പോകുമ്പോൾ രാത്രി തന്നെ പരാതി എടുക്കാത്ത പ്രശ്നമുണ്ടോ? അതുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായും ഹാഷ്മി, ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ഈ വന്ദനയുടെ കേസടക്കം നമ്മുടെ മുമ്പിലേക്കുള്ളത്. ഈ ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ശക്തമായ നിയമം സംസ്ഥാനത്തുണ്ടെങ്കിൽ പോലും വീണ്ടും ഈ ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന വിവരമാണ്, അല്ലെങ്കിൽ അത്തരമുള്ള വാർത്തകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജാൻസി ജെയിംസിന് നേരെയാണ് വഴക്കു പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ബൈസ്റ്റാൻഡർക്ക് ഈ സംഭവത്തെ പറ്റി അറിയത്തില്ല. അപ്പം അന്നേരം തന്നെ ആ പെൺകുട്ടി വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. പക്ഷേ പെൺകുട്ടി പറയുന്നത് പോലും കേൾക്കാതെ അതിൻ്റെ അച്ഛൻ ഒരുപാട് ബഹളം വെച്ചു. അവരോട് ആ സംഭവം ക്ലിയർ ചെയ്യുന്നതിനിടെ ട്രിപ്പ് ഇട്ട് കിടന്ന പേഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ എന്നോട് വെറുതെ തട്ടിക്കയറി അങ്ങോട്ട് ആണ് ഒരു ചേട്ടൻ്റെ ഒരാൾ പേഷ്യൻ്റെ അമ്മ, ഒന്ന് മകൻ്റെ മകളാണ് അടുത്ത പേഷ്യൻ്റ്. അവർ ബഹളം വയ്ക്കും. ഞാൻ അവരോട് അന്നേരം പറയുന്നുണ്ട് ഈ കാര്യം ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും അവർ വെളിയിൽ ഇറങ്ങിപ്പോ, നീ ആരാടി, അങ്ങനെ വളരെ മോശമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത്. അത് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ വേണ്ടില്ല, സാമാന്യ ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഇതുപോലും ഇല്ലാത്ത രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത്. അപ്പോൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം എൻ്റെ അടുത്തേക്ക് കയറി വന്ന് എൻ്റെ മുഖത്ത് അടിക്കുകയും ചെയ്തു. അടിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് പറയുകയും ചെയ്തു, മുഖത്തടിച്ച് മീൻസ് എൻ്റെ ശരീരത്തോട് സംസാരിക്കുക എന്നുള്ള കാര്യം ഞാൻ അവരോട് പറയുകയും ചെയ്തതാണ്. അങ്ങനെ അവർ ഒരുപാട് അവരെ ആരെ ആയാലും വിളിച്ചോളൂ എന്നുള്ള ഒരു രീതിയിൽ, എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് അവർ അന്നേരം എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നോട് സംസാരിച്ചതും എന്നെ എന്തും ചെയ്യാമെന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ്. വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. വാക്കുകൊണ്ടാണെങ്കിലും ശരി, ശാരീരികമായിട്ടാണെങ്കിലും ശരി, എല്ലാ രീതിയിലും അവർ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞോളൂ, യഥാർത്ഥ പ്രകോപനം എന്താണ്? ഹാഷ്മി, ഡോക്ടറുടെ വാക്കുകൾ തന്നെ വ്യക്തമാണ് അല്ലെങ്കിൽ ഉണ്ടായ ദുരവസ്ഥ. കാരണം ഈ രോഗിയെ പരിശോധിക്കുന്നതിനിടയിലാണ് അത് മറ്റൊരു രോഗി കൂടെ വന്ന കൂട്ടിരിപ്പുകാരി വീണ്ടും തനിക്കും അസുഖമുണ്ടെന്ന് പറയുന്നു. അവിടെ വെച്ച് അവരെയും പരിശോധിക്കുന്നു. ഈ പരിശോധിക്കുന്നതിനിടയിൽ പുറത്തുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയാണ്, അതായത് ഈ രണ്ട് രോഗികൾക്കൊപ്പം എത്തിയ മറ്റൊരു സ്ത്രീയാണ് അകത്തേക്ക് കയറി വന്ന് കൃത്യമായി ഗുളിക, നേരത്തെ മറ്റൊരു ഡോക്ടർ എഴുതിയ ഗുളിക പരിശോധിക്കാതെയാണ് ചികിത്സിച്ചത് എന്ന് ആരോപിച്ച് ആദ്യം പ്രശ്നമുണ്ടാക്കുന്നത്. ഈ പ്രശ്നം വാക്കുതർക്കത്തിലേക്കുകയും പിന്നീട് കയ്യാങ്കളിയിലേക്ക് കലാശിക്കുകയുമായിരുന്നു. എന്തായാലും സംഭവത്തിൽ ഉടൻ തന്നെ ഡോക്ടർ പോലീസിനെ വിളിച്ചു വരുത്തി. ചവറ പോലീസ് അവിടെ എത്തിയെങ്കിലും ഇവർക്കെതിരെ കേസോ മറ്റു നടപടികളോ എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. ഡോക്ടർ പറയുന്ന കാരണം ഇങ്ങനെയാണ്. പോലീസ് പറയുന്നത് ഈ എത്തിയ രോഗിയിൽ ഒരാൾക്ക് ഈ ശാരീരിക പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ രോഗിക്ക് വൈകല്യമുള്ളതാണ്, അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ കേസെടുക്കാൻ കഴിയില്ല. സ്ത്രീ ആയതുകൊണ്ട് പറഞ്ഞു വിട്ട ശേഷം ഇന്ന് ഈ ദിവസം ഡോക്ടറെ കൂടി ഇതിൽ വിളിപ്പിക്കാം എന്നുള്ളതായിരുന്നു ഈ പോലീസിന്റെ മറുപടി. പക്ഷേ ഈ സംഭവത്തിൽ ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ തന്നെ പറയുന്നത്. ഈ ഡോക്ടർമാർക്ക് സുരക്ഷ അടക്കം ഓരോ സമയത്തും ആവശ്യമായ രീതിയിൽ ഒരുക്കണമെന്ന് പറയുമ്പോഴും ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചെന്നപ്പോൾ പോലും ഒരു സെക്യൂരിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എംഒ, അതായത് മെഡിക്കൽ ഓഫീസർ ഈ ജാൻസി മാത്രമായിരുന്നു ആ സമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലേക്ക് ഒരു പ്രകോപനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയും കയ്യാങ്കളി എത്തിയെങ്കിൽ പോലും ആ ഡോക്ടർക്ക് തടയുവാൻ പോലും കഴിയാത്ത സാഹചര്യം ആ ആശുപത്രിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവത്തിൽ എന്തായാലും DMO ഇപ്പോൾ നേരിട്ട് സ്ഥലത്തെത്തി വിവരങ്ങൾ തിരക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരോഗ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്ന് ഡോക്ടർമാർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ ജാൻസി ജെയിംസ് എന്ന ഡോക്ടർക്കാണ് മർദ്ദനമേറ്റത്. ഡോക്ടർ വന്ദനദാസിൻ്റെ ആ ദൗർഭാഗ്യമായ സംഭവത്തിന് ശേഷം നിയമം കർശനമാക്കുന്ന അടക്കമുള്ള ചർച്ചകൾ ഒരുപാട് നമ്മൾ കേട്ടതാണ്. അതിനുശേഷവും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ആശുപത്രികളൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം കൂടി. അതിലൊക്കെ ഏറ്റവും ഗുരുതരം, ഇതുവരെയും കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താകും അതിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന്.